കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നമ്മുടെ ജില്ലയിലെ ജില്ലാ കൗൺസിൽ രൂപീകരണത്തിന് മുതൽ നാളിതുവരെ പ്രതിപക്ഷമുണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ ഭരണം ഈ ജില്ലയിൽ പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. CPMന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളിൽ ഒന്നായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. CPM കഴിഞ്ഞ 10 വർഷമായി മലപ്പുറം ജില്ലയിലെ മാർക്സിസമല്ല നടപ്പാക്കിക്കൊണ്ടിരുന്നത്, മാർക്സിസ്റ്റ് ആശയമല്ല, മതതീവ്രവാദ ആശയമായിരുന്നു CPM നടപ്പാക്കിയിരുന്നത്. ആ മതതീവ്രവാദ ആശയം നടപ്പാക്കിയതിന്റെ പേരിലാണ് 2020 ഇവിടെ CPMന് അല്പം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. 2021 CPMന് ചില നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ലഭ്യമായി. എന്നാൽ അതേ മതതീവ്രവാദം UDF ഏറ്റെടുത്തുകൊണ്ട് CPMനെ എന്താണ് CPM സ്വീകരിച്ച നിലപാട്, അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPMനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ജില്ലയിൽ പ്രതിപക്ഷമില്ല ഇപ്പൊ. അതുകൊണ്ട് CPMന്റെ ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് CPM നേതൃത്വം തങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ഈ ജില്ലയിലെ മന്ത്രിസഭയിലെ അംഗമാണ് അബ്ദുറഹ്മാൻ. ഇപ്പൊ സ്വാഭാവികമായിട്ടും അബ്ദുറഹ്മാനും ഇതിൽ പങ്കാളിത്തമുണ്ട്. ഗവൺമെന്റിനെ നയിക്കുന്ന കക്ഷികളിൽ ഒരാളാണല്ലോ. അതുകൊണ്ട് അബ്ദുറഹ്മാനും ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. മറ്റൊന്ന്, യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് കാളയെ പരസ്യമായി അറുത്ത് ഒരു തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടായി. പക്ഷേ യൂത്ത് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി UDF കൂട്ടുകെട്ട് വന്നതോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം യൂത്ത് കോൺഗ്രസിനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന് ആശയപരമായ പരിശീലനം നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിയായി മാറിയതിന്റെ പരിണിത ഫലമാണ്, അതിന്റെ പ്രതിഫലനമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശനെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് സാമ്പത്തിക പാരിതോഷികം പ്രഖ്യാപിച്ചത്. അപ്പൊ വെള്ളാപ്പള്ളി നടേശനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ വിഷയമാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മലപ്പുറത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ തുടക്കം കുറിച്ചത്. പക്ഷെ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കപ്പെട്ട വിഷയം? ആ ഉന്നയിക്കപ്പെട്ട വിഷയത്തെ അഡ്രസ് ചെയ്യാതെ വെള്ളാപ്പള്ളി നടേശനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു നിലപാട്, ഇത് അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അങ്ങനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ BJP മുന്നോട്ട് വരും.